പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ അവതരിപ്പിച്ചത്. ബിൽ ഭരണഘടനാ വിരുദ്ധമെന്നും പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമുയർത്തി. ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. ബിൽ അവതരണത്തിന് പിന്നാലെ പ്രതിപക്ഷ നിരയിലെ പാർട്ടികളുമായി ബിജെപി ചർച്ച തുടങ്ങി. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയുമായി കൂടിക്കാഴ്ച നടത്തി. പി ആർ സുനിൽ നൽകും കൂടുതൽ വിവരങ്ങൾ. പി ആർ സുനിൽ, 3-2 ഒപ്പിക്കാൻ പ്രതിപക്ഷത്തിന്റെ സഹായം കൂടിയേ തീരൂ. അതിനായുള്ള ചർച്ചകളിലേക്ക് കടന്നു കേന്ദ്ര സർക്കാർ. സുജയ, തീർച്ചയായും ഏതായാലും പ്രതിപക്ഷ നിരയിൽ നിന്ന് ഒരു പിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ ബില്ല് 3-2 ഭൂരിപക്ഷത്തിൽ 2 സഭകളിലും പാസ്സാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ ബില്ല് അവതരണത്തിന് പിന്നാലെ തന്നെ മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ബിജെപി. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഇപ്പോൾ നാഗ്പൂരിൽ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ഒരു പടി മുന്നോട്ട് എന്നാണ് ദേവേന്ദ്ര ഫട്നാവിസുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആദിത്യ താക്കറെ പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ ബിജെപിയുമായി ഉദ്ധവ് താക്കറെ വിഭാഗം അടുക്കുന്നതിന്റെ സൂചനയാണോ ഈ കൂടിക്കാഴ്ച എന്ന കാര്യം ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി തുടരുകയാണ്. ഏതായാലും പ്രതിപക്ഷ നിരയിൽ ഇതുപോലെ ഏതൊക്കെ പാർട്ടികളെ ഇനി ബിജെപിക്ക് ഒപ്പം നിർത്താനാകും എന്നത് വരും ദിവസങ്ങളിലേറെ ശ്രദ്ധേയമായ കാര്യം തന്നെയായിരിക്കും. ഏതായാലും ഇന്ന് വലിയ പ്രതിഷേധങ്ങൾക്കിടെയായിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ലോക്സഭയിൽ നിന്ന് സർക്കാർ അവതരിപ്പിച്ചത്. പ്രതിപക്ഷ നിരയിൽ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി തന്നെ ഈ ബില്ലിനെ ശക്തമായി എതിർത്തു. ഇപ്പോൾ ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേന പോലും വളരെ ശക്തമായ ഭാഷയിലാണ് ബില്ലിനെ എതിർത്തത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ലോക്സഭയിൽ ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും അതിന് തൊട്ടു പിന്നാലെ തന്നെ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ ദേവേന്ദ്ര ഫട്നാവിസ് കൂടിക്കാഴ്ചയും നടന്നു. ഏതായാലും ലോക്സഭയിൽ 3-2 ഭൂരിപക്ഷം ഉറപ്പാക്കണമെങ്കിൽ 367 അംഗങ്ങളുടെ പിന്തുണയാണ് സർക്കാരിന് വേണ്ടത്. നിലവിൽ 542 അംഗങ്ങളാണ് ലോക്സഭയിലുള്ളത്. NDAക്കുള്ളത് 298 അംഗങ്ങളാണ് നിലവിലുള്ളത്. ഇന്ത്യ സഖ്യത്തിന് 233 അംഗങ്ങളുമുണ്ട്. 11 അംഗങ്ങളാണ് മറ്റുള്ളവരായി ഉള്ളത്. അതുകൊണ്ട് ഈ എല്ലാ മറ്റുള്ള AIADMK അതുപോലെ തന്നെ BJD ഉൾപ്പെടെയുള്ള പാർട്ടികളെ ഒപ്പം നിർത്തിയാൽ പോലും സർക്കാരിന് 3-2 ഭൂരിപക്ഷം ഉറപ്പാക്കുക പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നിരയിൽ നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുന്ന പാർട്ടികളെ പിളർത്തി ഒപ്പം നിർത്താൻ സർക്കാരിന് സാധിക്കണം. രാജ്യസഭയിലും ഇതേ സാഹചര്യമാണ്. 24 അംഗങ്ങളുടെ കുറവ് രാജ്യസഭയിലും സർക്കാരിനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് വളരെ ശക്തമായ നീക്കങ്ങൾ ഒരുപക്ഷെ വരും ഭാവിയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും 2029 ശേഷം ഇപ്പോഴത്തെ ഈ ഒരു ബില്ലിന്റെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കാനുള്ള നീക്കങ്ങൾ സർക്കാർ നടത്തേണ്ടി വരും. 2034 മുതൽ രാജ്യത്ത് ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യമാണ് ഇന്നത്തെ ബില്ലിലൂടെ മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്.